ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യൗവനങ്ങളുടെ ആഘോഷമാകുന്ന ബി ക്രൈസ്റ്റിലേക്ക് സകല യൗവനങ്ങളെയും ഹൃദയത്തിൽ യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ ജനത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഷെഖീന ടെലിവിഷൻ ചാനലിലൂടെ ക്രൈസ്റ്റ് കൾച്ചർ ഒരു ക്രിസ്തുവായി വളരുവാനുള്ള യൗവനത്തിന്റെ ആഗ്രഹത്തെ അങ്ങ് പുണരുകയാണ്. പ്രിയ യുവജനങ്ങളെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിറയൗവനങ്ങളിൽ ഒരു വലിയ സന്ദേശമായി മാറിയ പ്രണയമാണ് ഇന്ന് വിഷയം. പ്രണയത്തിന്റെ ആത്മീയത ദൈവത്തിന്റെ യൗവനങ്ങളുടെ നടുവിൽ എന്താകും? സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. പ്രപഞ്ചം മുഴുവൻ സ്നേഹമാണ്. ഈ വലിയ സ്നേഹത്തിന് നടുവിൽ ദൈവ സ്നേഹം, ദൈവം ആഗ്രഹിക്കുന്ന പ്രണയം എങ്ങനെയായിരിക്കും? ഈ ചോദ്യത്തിന് ഉത്തരവും തേടി നമ്മൾ കടന്നു വരികയാണ്. ബൈബിളിൽ 1 കൊരിന്ത്യൻസ് 13-ാം അധ്യായം 13 വാക്യങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുക. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ ആഹ്ലാദിക്കുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് പ്രണയം? എന്താണ് സ്നേഹം? എന്താണ് റിയൽ പ്രേമം? കഴിഞ്ഞ ആഴ്ചയിൽ കേരളക്കരയെ കീഴ്മേൽ മറിച്ചൊരു സംഭവം. ഹൃദയത്തിൽ നൊമ്പരത്തിന്റെ കനൽ കോരിയിട്ട നിതിന എന്ന പെൺകുട്ടിയുടെ പാലായിലെ പരിപാവനമായ ഒരു കലാലയത്തിൽ നടന്ന ഒരു കൊലപാതകം. പ്രണയത്തിന് എന്താണ് ദൈവത്തിന്റെ ആൻസർ? ഈ ചോദ്യത്തിന് ഉത്തരം തേടി നമ്മൾ ഇന്ന് യാത്രയാവുകയാണ്. അതിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തെ തൊടുവാൻ പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിക്കാം. നമുക്ക് നമ്മുടെ വലതുകരം ഒന്ന് മാറോട് ചേർത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രണയമായ, ഏറ്റവും വലിയ സ്നേഹമായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം കടന്നു വരട്ടെ. ചേർന്ന് വിളിക്കാം. ആത്മാവേ, ചേർന്ന്. ആത്മാവേ, ആത്മാവേ, മഴ പോ തീക്കാറ്റായി വീശുന്നേ. ആത്മാവേ, ആത്മാവേ, മഴ പോലെന്നിൽ പെയ്യണേ. ആത്മാവേ, മഴ പോ പെയ്യണേ. ആത്മാവേ, നമുക്കൊന്ന് ഒരുങ്ങാം. ആത്മാവേ, പ്രണയിക്കുന്നവര്, പ്രണയത്തിന്റെ ആഴം തേടുന്നവര്, എനിക്കൊരു പ്രണയമില്ലല്ലോ എന്ന് കരുതുന്നവര്, പ്രായത്തിനും അപ്പുറം കാലത്തിനും അപ്പുറം സഞ്ചരിക്കുന്നവര്,
നിങ്ങളുടെ ചോദ്യത്തിന് ഒരു ഉത്തരവുമായിട്ടാണോ നിങ്ങൾ ഇരിക്കുക? ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രണയമാണോ കടന്നു പോവുക? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി സ്വപ്നങ്ങൾ പൊലിഞ്ഞ പല പ്രണയങ്ങളുമുണ്ട്. തകർന്നു വീണ സകല വ്യക്തിത്വങ്ങളുമുണ്ട്. അവയുടെ നടുവിൽ പ്രണയത്തിന് ഒരു അടിക്കുറിപ്പോടുകൂടി നമുക്കിങ്ങനൊന്ന് പാടി നോക്കാം. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ഒരു പുഞ്ചിരിയോടെ, ദുഃഖത്താൽ വലഞ്ഞാലും സന്തോഷത്തോടൊന്ന് പാടിക്കേ. മിത്രങ്ങൾ അകന്നാലും യേശുവേ, ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങേ മുന്നേ പോയ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനിൽ ജീവിതം പോരാ. അപ്പോൾ പ്രണയത്തിന്റെ ആത്മീയത തേടി നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. ഇത് വളരെ ഗൗരവമാർന്ന ഒരു എപ്പിസോഡാണ്. തമാശാപൂർവം വേണമെങ്കിൽ കണ്ടിരിക്കാം, പക്ഷെ വ്യക്തി ജീവിതങ്ങളെ തൊടുവാൻ ഇതാ ഷെക്കിന ചാനലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ക്രൈസ്റ്റ് കൾച്ചറും ബി ക്രൈസ്റ്റ് ഇന്ന് ഏറ്റെടുക്കുകയാണ്. പ്രണയത്തിന്റെ ആത്മീയത. ഒരു കൊച്ചച്ഛന്റെ ഉള്ളിലെ പ്രണയത്തിന്റെ പ്രേമലേഖനത്തിന്റെ വരികളുമായി ഈ എപ്പിസോഡ് തുടങ്ങുകയാണ്. ഫാദർ സിജോ തയ്യാലക്കത്തിന്റെ അനുഭവങ്ങളിലൂടെ പ്രണയം ഇന്ന് നമ്മൾ കീറിമുറിക്കാൻ പോകുകയാണ്. കടന്നു വരാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ ചേർന്നിരിക്കാം. ആമേൻ. ഈശോയേ, ഈശോയേ, സ്നേഹമായി നീ എന്നിൽ നിറയണേ. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള യൗവനങ്ങളെ, പ്രണയിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ പ്രണയം എന്ന ആ സത്യത്തെ എന്താണെന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ സ്നേഹിക്കണം. എൻ്റെ ജീവിതത്തിലും ഒരു പ്രണയ കഥയുണ്ട്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രണയ കഥയാണോ എന്നുള്ളതല്ല, മറിച്ച് ഞാൻ പ്രണയിച്ചവനെ സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ദേവാലയത്തിൽ ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെയുള്ളൊരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വച്ച വരികൾ ഓർത്തു പോവുകയാണ്. ചങ്കിലെ ചോരയായി പ്രാണനിൽ എഴുതിയ നീരിൻ്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയായി പ്രാണനിൽ എഴുതിയ നീരിൻ്റെ പേരാണ് സ്നേഹം. സ്നേഹമുള്ളവരെ, ചങ്കിലെ ചോര കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രണയത്തെ തെളിയിക്കാൻ ക്യാമ്പസുകളിൽ ഒരു കുപ്പിച്ചിലെടുത്ത് കുത്തിമുറിവേൽപ്പിച്ച് എഴുതി ചേർക്കാറുണ്ട്, ആരെയോ പ്രണയിച്ച കഥ. എന്നാൽ ഈ വരികൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, ഇത് കാൽവരിയിൽ രക്തം ചിന്തിയ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയുടെ പേരാണ് സ്നേഹമെന്ന്. അതുകൊണ്ട് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ബാല്യത്തിൽ ഞാൻ ആഗ്രഹിച്ച ഈ പ്രണയത്തെ പൂവണിയിക്കാൻ സാധിക്കുമോ എന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പ്രണയിച്ചാൽ ചതിക്കാത്തവനെ പ്രണയിച്ചതുകൊണ്ട് അവൻ ഒരിക്കലും എന്നെ ചതിച്ചില്ല. അവൻ എന്നിൽ നിന്നൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നാൽ അവൻ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചു. ഞാൻ ചിന്തിച്ചതല്ലായിരുന്നു, മറിച്ച് അവന് ഇഷ്ടമുള്ളത്
അവൻ്റെ പ്രണയത്തിലേക്ക് ഞാൻ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് അവൻ എന്നെ ആഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രണയിക്കണമെങ്കിൽ ഏതൊരു പ്രണയിതാവിനും വേണ്ടത് പ്രേമലേഖനമാണ്. നമുക്കറിയാം, ഒരാളെ കീഴടക്കണമെങ്കിൽ, അവൻ്റെ ഹൃദയം കീഴടക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന വാക്കുകൾ അവൻ്റെ മുന്നിൽ വെച്ച് നീട്ടും. നമുക്കറിയാം, കോളേജ് ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ വഴിയോരങ്ങളിലേക്കും പ്രേമലേഖനവുമായിട്ട് കൊണ്ടു നടക്കും. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്നെയും നിങ്ങളെയും പ്രേമിക്കുന്നുണ്ട്. അവൻ്റെ പ്രേമലേഖനം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഒത്തിരി ഉണ്ടാകാം, എന്നാൽ അത് തുറന്നു വായിക്കാത്തത് കൊണ്ട് നമ്മൾ അവനെ അറിയുന്നില്ല. ചതിക്കാത്ത പ്രേമത്തിൻ്റെ കഥ നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്താണ് യേശു നമുക്ക് തന്ന പ്രേമം? എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രേമലേഖനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. അത് ദൈവവചനമാണ്. സ്നേഹമുള്ളവരെ, ആരും പ്രേമിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കണം ആരാണ് യഥാർത്ഥത്തിൽ സ്നേഹിതനെന്ന്. നമുക്കറിയാം, നല്ല സമരിയാക്കാരൻ്റെ ജീവിതത്തിൽ ആരാണ് അവനെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്, പ്രേമിച്ചതെന്ന് ചോദിക്കുമ്പോൾ നല്ല സമരിയാക്കാരാന്ന് പറയുന്നുണ്ട്. ആരാണ്? ചിലപ്പോൾ നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ ഈശോ പറഞ്ഞു തരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു 11 വയസ്സുകാരൻ കാർലോ അക്വിറ്റസ് ഈശോയെ പ്രേമിച്ചു, ചങ്കിക്കൊണ്ട് നടന്നു. ഒരു 24 വയസ്സുകാരി, ഈ ഒക്ടോബറിൻ്റെ ആദ്യ ദിവസം ആരംഭിക്കുന്നത് കൊച്ചു ത്രേസി എന്ന 24 വയസ്സുകാരി ക്രിസ്തുവിനെ പ്രേമിച്ച പ്രേമത്തിൻ്റെ കഥയാണ്. എന്താണ് സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ളൊരു വിശുദ്ധയാണ്. കയ്യിലൊരു കുരിശുണ്ട്. ആരും കുരിശുകൾ ഇഷ്ടപ്പെടില്ല. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും ഇഷ്ടപ്പെടാത്തതാണ് കുരിശ്. എന്നാൽ ഈ കൊച്ചു ത്രേസ്യ പ്രണയിനികൾക്ക് കൊടുക്കുന്ന റോസാപ്പൂവ് കൊണ്ട് ആ കുരിശിനെ പൊതിഞ്ഞു. പ്രേമം നൽകുന്നത് പനിനീർ പുഷ്പത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, പ്രേമം അത് കുരിശിനോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാനുള്ളതാണ്. യൗവനങ്ങളെ, നിങ്ങൾ പ്രണയിച്ചോ, എന്നാൽ യഥാർത്ഥ ചതിക്കാത്ത പ്രണയത്തെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രണയം നിന്നിലില്ലെങ്കിൽ അത് നഷ്ടമാകും. ഭാര്യ ഭർത്താക്കന്മാർ പ്രണയിക്കുമ്പോൾ അത് നടുവിൽ ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. വിവാഹമെന്ന കൂദാശയിൽ ആ കണ്ണുകൾ ഒരുമിക്കുന്നത് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെയാണ്. ഈ ഒരു പ്രണയം സ്വന്തമാക്കാൻ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊച്ചു ത്രേസ്യ പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. മക്കളെ, കർത്താവേ, അങ്ങയുടെ പ്രണയത്തിൻ്റെ കടലിൽ ഒരു തുള്ളി വെള്ളമാകാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന് ആഗ്രഹിച്ച് മക്കളെ, പ്രണയിക്കാത്ത ആരുമില്ല. അച്ഛൻ ദൈവത്തെ പ്രണയിച്ചപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുരോഹിതനായി. നീ പ്രണയിച്ചോ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കൃപകളും വരും. അത് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവവചനത്തിലാണ്. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു 9 വയസ്സുകാരി മരിയ ഗുരുത്തി പ്രണയിച്ചു. കാർലോ അക്വിറ്റസ് 11 വയസ്സുകാരൻ ഇൻ്റർനെറ്റും എല്ലാം ഉപയോഗിച്ച് ക്രിസ്തുവിനെ പ്രണയിച്ചു. ഒരു 24 വയസ്സുകാരിയായ കൊച്ചു ത്രേസ്യ ചങ്കിൽ കുരിശിന് റോസാപ്പൂക്കൾ ചേർത്ത് വെച്ച് യഥാർത്ഥ പ്രണയത്തിൻ്റെ സ്വന്തമാക്കി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ കടലിലേക്ക് ഒരു തുള്ളി വെള്ളമാകണം. എനിക്ക് ആ പ്രണയത്തെ ഒന്ന് സ്വന്തമാക്കി ലോകത്തിൽ എല്ലാവരെയും പ്രണയിക്കാനുള്ളൊരു കൃപ, ആ കൃപയ്ക്കായി ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ചങ്കിൽ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. സ്നേഹസാഗരമായ ഈശോയേ, സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. സ്നേഹസാഗരമാ യേശുവേ, ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. ഞാനൊരു തുള്ളിയായി നിന്നിൽ അലിയട്ടെ. Hallelujah. Be Christ. ക്രൈസ്റ്റ് കൾച്ചറും ഷെക്കീന ടെലിവിഷനും ചേർന്ന് യൗവനങ്ങളുടെ നടുവിലേക്ക്
ഒരാഘോഷമായി കടന്നു വരികയാണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുവാൻ ഒരു വലിയ ദൈവ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് യൗവനങ്ങൾ ദൈവത്തിന് വലിയ സാന്നിധ്യം, അത് പരിശുദ്ധാത്മാവിലൂടെ സ്വർഗം തുറന്നിറങ്ങി വരാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, പ്രിയപ്പെട്ട യൗവനമേ, നമുക്കൊന്നു ചേർന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്താം. കാൽവരിയിൽ തോറ്റുപോയവെന്ന് കരുതിയവൻ ലോകം അങ്ങനെ കരുതി. എന്നാൽ അവൻ പറയുന്നു, ഉന്നതത്തിൽ നിന്നും ഒരു ശക്തി ധരിക്കുവൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെ നൽകിയവൻ. ആ വലിയ സ്നേഹത്തിൽ നമുക്കൊന്നു ചേർന്ന് യേശുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവേ മഴയായി പെയ്തിറങ്ങണമേ എന്ന് നമുക്കൊന്നു ചേർന്ന് പാട്ടുപാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വീകരണ മുറിയിൽ TV സ്ക്രീനിന്റെ അരികിലേക്ക് ഒന്നടുത്തു വന്ന് ഒന്ന് കൈകൾ ഉയർത്തി, ഒന്ന് കൈകളടിച്ച് ശരീരമൊക്കെ ഇരുവശങ്ങളിലേക്കും ഒന്നാടിക്കൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ചേർന്ന് മഴ പാടാം. പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ചേർന്ന് പാടിക്കേ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. അഗ്നിജ്വാല പോലെ, അഗ്നിനാവുകൾ പിളർന്നിറങ്ങുന്നത് പോലെ, ഉൾപ്പടർപ്പിൽ മോശ കണ്ട അഗ്നി പോലെ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്ന അഗ്നി പോലെ ഒരു വലിയ അഗ്നി ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. നിങ്ങളുടെ വേദനകള്, നിങ്ങളുടെ മാനസികമായ പിരിമുറുക്കങ്ങള്, എവിടെയാണോ ഒരു വേദന നിങ്ങളെ കാർന്നു തിന്നുന്നത്, ആ പിരിമുറുക്കത്തിൽ നിന്നും മക്കളെ പുറത്തിറങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ഇതാ മഴ പോലെ. ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മനദിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായി ഒഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി
പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ, പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പോലെ പെയ്തിറങ്ങി വാ, മഴ 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 പോലെ പെയ്തിറങ്ങി വാ, ചേർന്ന് മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് വാക്കു പറഞ്ഞവൻ, പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വാക്കു പറഞ്ഞവൻ, പരിശുദ്ധാത്മാവിനെ തരാൻ മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി 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 വാ, പരിശുദ്ധാത്മാവേ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, ആത്മനദിയായൊഴുകി എന്നിലിന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ, മഴ പോലെ പെയ്തിറങ്ങണേ, മഴ പോലെ പെയ്തിറങ്ങണേ, മഴ പോലെ പെയ്തിറങ്ങണേ, മഴ പോലെ പെയ്തിറങ്ങണേ, ഒരു അധികാരത്തോടു കൂടി ചോദിക്കാം, മഴ പോലെ മകനെന്ന അധികാരത്താൽ, മകളെന്ന അധികാരത്താൽ മക്കളെ പരിശുദ്ധാത്മാവിനെ എത്രയധികമായി ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾ വേദനയിലായിരിക്കാം. നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചോ അഡ്മിഷനെ കുറിച്ചോ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു മേഖലകളെ ഓർത്ത്, അല്ലയോ മോനെ മോളെ, നീ ഒരു തീരുമാനമെടുക്കാനാവാത്ത വിധം ഒരു ഡിപ്രഷനിലൂടെയാണോ കടന്നു പോവുക? നീ വിശ്വസിക്ക്, യേശു കഥയല്ല. വാക്കു പറഞ്ഞവൻ വാക്കുമാറുകയില്ല. അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണവൻ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും, അത് ഞാനാകാം, അത് നിങ്ങളിൽ ആരെങ്കിലുമാകാം, ഓർത്തുവെച്ചോ. നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു. കാൽവരിയിൽ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ
അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, ആ ദൈവത്തോട് നമ്മുടെ നെഞ്ചകം ഒന്ന് ചേർത്ത് പിടിക്കുവാൻ ഇന്ന് നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ഏതാഗ്രഹവും എന്തു വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോ. കോഴ്സാണോ, അഡ്മിഷനാണോ, ജോലിയാണോ, വിസയാണോ, അതോ ഒരു നല്ല വിവാഹം നടക്കുവാനുള്ള ആഗ്രഹമാണോ എന്ന് ചോദിക്കുവേൻ, നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ വചനം, പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, ഈ ആകാശം മാറിപ്പോകും, ഈ ഭൂമി ഇല്ലാതെയാകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം, വാക്കു പറഞ്ഞവൻ ഒരിക്കലും അവൻ്റെ വാക്കു മാറ്റുകയില്ല. കൈകളിങ്ങനെ ഈ TV സ്ക്രീനിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് കണ്ണുകളെ ഒന്ന് ഇറുക്കി അടച്ചേ. കാൽവരിയിലേക്കൊന്ന് നോക്കിക്കേ. ഇങ്ങനെ വിളിച്ചു പറയണം, യേശു എൻ്റെ ദൈവമാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു അല്ലാതൊരു ദൈവമില്ല, മരണത്തെ തോൽപ്പിച്ചവൻ, ഇന്നും ജീവിക്കുന്നവൻ, എന്റെ ഉള്ളിൽ ജീവിക്കുന്നവൻ, എനിക്കായി കീറിമുറിഞ്ഞവൻ, ആ യേശുവിന്റെ കാൽവരിയുടെ തണലിലേക്ക് ഇതാ ഞാൻ വരികയാണ്. എനിക്കൊരു ദൈവമുണ്ട്, അത് മറ്റാരുമല്ല, നസ്രായനായ യേശുക്രിസ്തു. എൻ്റെ മരണം വരെ എൻ്റെ യേശുവിനായി ഞാൻ ജീവിക്കുമെന്ന് ഒന്ന് വാക്കു കൊടുക്കാമോ? എന്നിട്ട് കാൽവരിയിലേക്കൊന്ന് നോക്കാമോ? എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറയണം, ഐ ലവ് യു ജീസസ്. എന്താണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. സങ്കീർത്തകൻ പാടുകയാണ്. നമുക്കൊന്നു ചേർന്ന് കാൽവരിയിലേക്ക് നടക്കാം. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ. വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കുന്നേ, ഹൃദയമെടുപ്പ് കേൾക്കാവുന്നത് പോലെ ഈ കൈ ഒന്ന് നെഞ്ചോട് പിടിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ. എത്ര പേർക്ക് വിളിച്ചു പറയാൻ പറ്റും? ഈശോയെ നോക്കി വിളിച്ചു പറ, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ. സ്വർഗം സന്തോഷിക്കട്ടെ, പരിശുദ്ധാത്മാവ് സന്തോഷിക്കട്ടെ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, മറ്റാരെയുമല്ല, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. എനിക്കായി മരിച്ചവൻ, ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, മറ്റാരെക്കാളും സ്നേഹിക്കുന്നേ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ. ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, ഈശോയെ. അവനെ പോലെ സുന്ദരനായ ഒരുവൻ പോലും ഈ ലോക ചരിത്രത്തിലില്ല, ഇനി വരാനില്ല. സ്നേഹിക്കുന്നേ, ജീവിക്കുന്ന ദൈവം,
ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, സ്നേഹിക്കുന്നേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നെഞ്ചകം കീറി മുറിക്കുവാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിനെ, യേശുവിനെ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിനെ സ്തുതിച്ച്, യേശുവിനെ ആരാധിച്ച്, വചനം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിലിരുന്ന് സ്വസ്ഥാനങ്ങളിലേക്ക് വരാം. ഈ TV ചാനലിന്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. നമ്മൾ പല തിരക്കുകളിലായിരിക്കാം ഇത് കൂടിക്കൊണ്ടിരിക്കുക. ഇനിയുള്ള സമയം വളരെ പ്രാധാന്യമേറിയ ടൈമാണ്. ആ വലിയ ബോധ്യത്തോടുകൂടി പ്രണയത്തിൻ്റെ ആത്മീയതയിലേക്ക് നമ്മളൊന്ന് നടന്നു കയറുകയാണ്. ഈ സമയം തമാശനായി അല്ലെങ്കിൽ സമയം പോക്കിനായി ചില പ്രണയങ്ങളിലും ചില കൂട്ടുകെട്ടുകളിലും വീണുപോയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആരുമില്ലാത്തതിനാൽ ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഒരു കൂട്ടിനായി തേടുന്നവരുണ്ട്. പ്രണയത്തിൻ്റെ ആഴങ്ങളിലായിരിക്കുന്നവർക്കും അതിലൂടെ കടന്നു പോകുന്നവർക്കും അത് തേടുന്നവർക്കും ഒരു സുവിശേഷമാണ് ഇനിയും കടന്നു വരിക. ഈ വലിയ ബോധ്യത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ചിലപ്പോൾ ഈ ഒരു ടൈം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നതാകാം. കണ്ണുകളൊന്ന് അടച്ചേ, കൈകൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലിരുന്ന് ചില വീടുകളിലും മൊബൈലുകളിലും TV സ്ക്രീനിലും ചില ഗാഡ്ജറ്റ്സിലും ലാപ്ടോപ്പിലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, കാണുവാൻ പോകുന്ന, ജീവിതത്തിൽ പിന്നീട് ഇത് അനുഭവവേദ്യമാക്കുവാൻ പോകുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം നൽകിയ അധികാരവും കൃപയും ചേർത്ത് വെച്ച് സകല യൗവനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് ഒരു പ്രേമഗീതം പാടുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കൃപ ഒഴുകണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദൈവവചനം കേൾക്കുന്നതിന്, നെഞ്ചിലേറ്റുന്നതിന് തടസ്സം നിൽക്കുന്ന സകല മേഖലകളെയും എടുത്തു മാറ്റി ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൃപയോട് ചേർത്ത് വെച്ചുകൊണ്ട് തുടങ്ങുകയാണ് പ്രണയത്തിൻ്റെ ആത്മീയത. പരിശുദ്ധാത്മാവേ, നിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന ആഗ്രഹത്തോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ കൃപയാൽ, പുത്രനായ യേശുവിൻ്റെ നാമത്താൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാലും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്താലും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
ഈ കാലഘട്ടം ഏറ്റെടുത്ത ഒരു വലിയ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ് പ്രണയം. വളരെ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും തെറ്റിദ്ധാരണകളും പുലർത്തുവാൻ തക്കവിധം യൗവനങ്ങളിൽ കൺഫ്യൂഷനും ഡൗട്ടും ഡെവലപ്പ് ചെയ്ത സബ്ജക്റ്റാണ് പ്രണയം. സ്നേഹമെന്നും പ്രേമമെന്നും പ്രണയമെന്നും പറയുന്ന ഈ വലിയ സത്യത്തിന് എന്താണ് ആത്മീയ അർത്ഥതലങ്ങൾ? പ്രിയ യൗവനമേ, കഴിഞ്ഞ നാളുകളിൽ കേരളക്കരയിലൂടെ കടന്നു പോകുമ്പോൾ യൗവനങ്ങളുടെ നടുവിൽ ഒരു വലിയ ഹൃദയഭേദകമായ സബ്ജക്റ്റായി മാറി പ്രണയം. വളരെ വ്യക്തമായി പോസിറ്റീവായി ഹൃദയത്തെയും മനസ്സിനെയും ജീവിതത്തെയും മുന്നോട്ട് നടത്തുന്ന ഒരു വലിയ അനുഗ്രഹമായ പ്രണയം ഇന്ന് വേദനയ്ക്കും ചില സങ്കടങ്ങൾക്കും വഴിമാറുമ്പോൾ ഈ മേഖലയിൽ യൗവനത്തിന് എന്താഴമാണ് നേടിയെടുക്കുവാനുള്ളത്? ഈ വലിയ ബോധ്യത്തോടുകൂടി നമ്മൾ കടക്കുകയാണ് പ്രണയത്തിൻ്റെ ആത്മീയത. ലോകം കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായ സോളമൻ ബൈബിളിലെ ഏറ്റവും വലിയ പ്രണയാതുരമായ ഒരു പുസ്തകം സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതം, അതിൻ്റെ അവസാനത്തെ അധ്യായം 8-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം തൊട്ട് വാക്യങ്ങൾ എടുത്താൽ 6-ാം വാക്യം ഇങ്ങനെയാണത് പറയുക. 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ്റെ ഇടതുകരം എനിക്ക് തലയണയായിരുന്നെങ്കിൽ, വലതുകരം എന്നെ ആലിംഗനം ചെയ്തിരുന്നുവെങ്കിൽ. 4-ാം വാക്യം: ജെറുസലേം പുത്രിമാരെ, ഞാൻ കെഞ്ചുന്നു, എൻ്റെ പ്രിയനെ കണ്ടാൽ ഞാൻ പ്രേമാതുരയാണെന്ന് അവനെ അറിയിക്കണമേ. 6-ാം വാക്യം: നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക. ഭയങ്കര ഡീപ്പ് പ്രണയത്തിൻ്റെ എക്സ്റ്റസിയിലേക്ക് പോകുന്ന വാക്യങ്ങൾ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നു: പ്രേമം മരണത്തെ പോലെ ശക്തമാണ്. ഈ വേർഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ലവ്, പ്രേമം, പ്രണയം, അത് മരണത്തെ പോലെ ശക്തമാണെന്ന്. അടുത്ത വാക്യം പറയുന്നു: അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. അതിൻ്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ കെടുത്താനാവില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയുമില്ല. പ്രേമം വിലയ്ക്ക് വാങ്ങാൻ സർവ സമ്പത്ത് കൊടുത്താലും അത് അപഹാസ്യമാവുകയുള്ളൂ. വളരെ ആഴമേറിയ പ്രണയം, അതിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു അധ്യായമാണ് ഉത്തമഗീതം 8-ാം അധ്യായം. എൻ്റെ 6-ാം വാക്യം: പ്രണയം മരണത്തെക്കാൾ ശക്തമാണ്, അല്ലെങ്കിൽ മരണത്തെ പോലെ ശക്തമാണെന്ന് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു. ഈ ടോപ്പിക്കിലേക്ക് കടന്നു വരുമ്പോൾ ആനുകാലിക പ്രശ്നങ്ങൾക്കപ്പുറം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഫോൺ കോളുകളും കേരളത്തിലുണ്ടായ സംഭവങ്ങളും ഹൃദയസ്പർശിയാണ്. കലാലയത്തിൽ ഒരേ ക്ലാസ് റൂമിലിരുന്ന തൻ്റെ കൂട്ടുകാരിയോട്
തോന്നിയ ഏതോ ഒരു ഇഷ്ടം പിന്നീട് അവളെ മരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവിധം കാര്യങ്ങൾ മാറ്റിയ പാലായിലെ കലാലയം, അമ്മയുടെ ഏക ആശ്രയമായ നിതിനയുടെ മരണം, അതിൻ്റെ ആഴം നമ്മുടെ കൺമുന്നിൽ നൽകുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, പ്രണയം മരണമാണോ? പ്രണയത്തിൽ ക്ഷമയില്ലേ? പ്രണയത്തിന് കാത്തിരിക്കാനാവില്ലേ? പ്രണയം ക്രൂരമാണോ? എപ്പോഴും വേണ്ടുന്ന ഒരു വലിയ വികാരമാണ് പ്രണയം. വികാരം എന്ന വാക്ക് തന്നെ തെറ്റാണെന്ന് തോന്നുന്നു. 24/7 365 ഡേയ്സ് മനുഷ്യൻ്റെ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, പ്രായത്തിനപ്പുറവും സമയത്തിനപ്പുറവും പ്രണയം നീഡഡാണ്. എന്തിനേയും ഏതിനേയും പ്രണയിക്കണമെന്ന് കവികളും കവിതകളും ഏറ്റുപറയുമ്പോൾ പ്രണയം യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾക്ക് നൽകുക? യഥാർത്ഥത്തിൽ പ്രണയം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. വളരെ വലിയ വ്യക്തികളുടെ ജീവിതത്തിലും യൗവനങ്ങളുടെ ലൈഫിലും ഇത് ടേണിംഗ് പോയിന്റായി മാറുന്നു. പ്രണയം ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരു വലിയ പ്രതീക്ഷയേകുന്ന സബ്ജക്റ്റാണത്. ഒരു മനുഷ്യൻ്റെ വൊക്കേഷൻ, ലൈഫ് ഡിസൈഡ് ചെയ്യുവാൻ പ്രണയത്തിന് സാധിക്കും. അവൻ്റെ കരിയർ, അവൻ്റെ ജോബ്, അവൻ്റെ ഫ്യൂച്ചർ, അവളുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ ഫുൾഫിൽ ചെയ്യുവാൻ പ്രണയത്തിന് കഴിയും. എന്നാൽ പ്രണയത്തിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അലറുന്ന സാത്താൻ അതിൻ്റെ മേൽ കൈവെക്കുമ്പോൾ എല്ലാം നശിപ്പിക്കാൻ തക്കവിധമുള്ള ഒരു നെഗറ്റിവിറ്റി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറിയ പങ്കും കലാലയത്തിൻ്റെ ഇടനാഴികളിലായിരുന്നു. ജീവിതത്തിൽ 2 കോളേജുകളുടെ നടുവിലൂടെ കടന്നു പോവുകയും ടീച്ചിങ് ഒരു സബ്ജക്റ്റായി മാറുകയും ചെയ്തപ്പോൾ ചില തൂണുകളുടെ മറവുകളും ചില കോറിഡോറുകളും ചില വാഗമര ചുവടുകളും അടുത്ത് ഇടപഴകിയിരുന്ന ചില വ്യക്തിത്വങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി മാറുമ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ട പല വിദ്യാർത്ഥികളെയും കാണുവാൻ ഇടയായിട്ടുണ്ട്. യെസ്, ഇതൊരു ടേണിംഗ് പോയിന്റാ. ഇതൊരു തിൻ ലൈനാ, ഒരു പേപ്പറിൻ്റെ കനമുള്ള തിൻ ലൈൻ. ഒരു ചരട് വലിച്ചു കെട്ടി ഒരു പെൺകുട്ടി അതിൻ്റെ മുകളിലൂടെ കയ്യിലൊരു വടി പിടിച്ച് നടക്കുന്നത് പോലെ വളരെ ഗൗരവമാർന്ന, വളരെ ആഴമേറിയൊരു ടോപ്പിക്കാണ് പ്രണയമെന്ന് പറയുക. അല്പമൊന്ന് താഴേക്ക് പതിച്ചാൽ നമ്മൾക്ക് നഷ്ടമാവുന്നത് ജീവിതമാണ്. എത്രയോ യൗവനങ്ങളെ കഴിഞ്ഞ നാളുകളിൽ കൂട്ടിമുട്ടിയപ്പോൾ നിരവധി പേർ ഡിപ്രഷൻ, ആങ്സൈറ്റി, സൂസൈഡ്. കഴിഞ്ഞ നാളിൽ ഒരമ്മ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ മരിച്ചിട്ട്, ഇദ്ദേഹത്തിൻ്റെ ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷമായതേ ഉള്ളൂ. 17-18 വയസ്സുള്ള ചെറുപ്പക്കാരൻ മോൻ വെന്റിലേറ്ററിലാണ്. ഏതോ സമയത്ത് തോന്നിയ ഒരു ദുബുദ്ധി,
ആ കുബുദ്ധിയാൽ, ദുർബുദ്ധിയാൽ അവൻ്റെ ആത്മഹത്യയുടെ ശ്രമം അവനെ മരണത്തിലേക്ക് നയിച്ചു. മരണത്തിന് ശേഷവും ഈ അമ്മയുമായി സംസാരിക്കാനിടയായി. വളരെ നിസ്സാരമായ ഒരു റിലേഷൻഷിപ്പ്, പ്രണയമെന്ന് കരുതി എടുത്തൊരടുപ്പം ഈ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും നഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഒരു ബുദ്ധി പ്രകാശിക്കാൻ പറ്റാത്ത വിധം പ്രണയം അവൻ്റെ ബുദ്ധിയെ മന്ദീഭവിച്ചു. കഴിഞ്ഞ നാളിൽ മറ്റൊരു പെൺകുട്ടി വിവാഹത്തിനായിട്ടാണ് വിളിക്കുക. 27-28 വയസ്സുള്ളൊരു പെൺകുട്ടി. വൊക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, വരുന്ന വിവാഹത്തോട് താല്പര്യം എടുക്കാൻ പറ്റണില്ല. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപം ഇങ്ങനെ ദൈവം കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു, മോളെ, ആരോടെങ്കിലും നിനക്കൊരു റിലേഷൻഷിപ്പ് നീ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? അവൾ പറഞ്ഞു, റിലേഷനാണോന്ന് എനിക്കറിയില്ല, എനിക്കൊരാളെ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് ഡീൽ ചെയ്യുക? ഈ പെൺകുട്ടി പറയുകയാണ്, പ്രശ്നം ഈ വ്യക്തിയോടുള്ള ഇഷ്ടമല്ല, പിന്നെയോ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരൻ വിവാഹിതനും 2 കുട്ടികളുടെ അപ്പനും. കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് പഠിപ്പിക്കാൻ വന്നിരുന്ന അധ്യാപകനെ ഹൃദയത്തിൽ എവിടെ വെച്ചോ നെഞ്ചിലേറ്റിയൊരു സംഭവം. ചില ഫോൺ വിളികളും ചില മെസ്സേജുകളും അറിയാതെ ഡെവലപ്പ് ചെയ്ത റിലേഷൻഷിപ്പ് ഈ പെൺകുട്ടിയുടെ ലൈഫിനെ കീഴ്മേൽ മറിച്ചു. ജോലിയുണ്ടായിട്ടും ജീവിതമുണ്ടായിട്ടും ഈ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടമാകുന്ന ഒരു സാധ്യത. പ്രണയം എവിടെയോ ചിലപ്പോൾ നമ്മളെ നഷ്ടപ്പെടുത്തുന്ന ചില മേഖലകൾ വലുതാണ്. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടിയെ അപ്പനും അമ്മയും എനിക്കറിയാവുന്ന സ്പിരിച്വൽ വേൾഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും ഒക്കെ കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാനായി കൊണ്ടുവന്നു. ഈ പെൺകുട്ടി ധ്യാനം കൂടി കടന്നു പോകുന്ന കുരുക്കിലായ ഒരു റിലേഷൻഷിപ്പ് മറ്റൊന്നുമായിരുന്നില്ല, വിശ്വാസ ജീവിതത്തിന് ആഴമില്ലാത്ത ഒരു ബന്ധം. ഡു നോട്ട് യോക്ട് വിത്ത് അൺബിലീവേഴ്സ്. അവിശ്വാസിയുമായി കൂട്ടുകൂടരുത്. പെൺകുട്ടി അതിൽ നിന്ന് പുറത്തു വന്നു, പ്രാർത്ഥനയിലേക്ക് വന്നു. പക്ഷെ പിന്നീട് ഒരു ദിവസം കേൾക്കുകയുണ്ടായി, ഇവൾ വീണ്ടും വിശ്വാസത്തെ വിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ കൂടെ പോകുകയും മതം മാറ്റം വരെ കടന്നു പോവുകയും ചെയ്യുന്നു. യൗവനങ്ങളെ ചോദ്യം ഇതാണ്, പ്രണയിക്കുന്നത് തെറ്റാണോ? ഈ ചോദ്യത്തിന് ഉത്തരം തേടി നിരവധി വ്യക്തികൾ കടന്നു പോവുകയാണ്. ലോകത്തിൽ ഏറ്റവും പഠന വിഷയങ്ങളിൽ ഒന്നായി മാറിയ സബ്ജക്റ്റുകളിൽ ഒന്നാണ് ലവ് അല്ലെങ്കിൽ പ്രണയമെന്നൊക്കെ പറയുക. ഇതിനെക്കുറിച്ച് വളരെ വലിയ ഡിസ്കഷനുകളും ഡിബൈറ്റുകളും വേൾഡിൽ നടക്കുന്നുണ്ട്. എന്താണ് പ്രണയം? പ്രണയത്തെ എങ്ങനെയാണ് കൂട്ടിമുട്ടുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഫെയ്ത്തിനെ തകർക്കുന്ന പ്രണയമുണ്ട്. മാനസിക സമനില തെറ്റിക്കുന്ന പ്രണയങ്ങളുണ്ട്. ഡിപ്രഷൻസും ആങ്സൈറ്റിയും എന്തിന് സൂയിസൈഡൽ പോയിന്റിൽ വരെ പോകുന്ന പ്രണയങ്ങളുണ്ട്. ചില നൈരാശ്യങ്ങളും ചില സാധ്യതകളും ഡെവലപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ്, ലവ് അല്ലെങ്കിൽ ബ്രേക്കപ്സ് ഇതൊക്കെ ഡീൽ ചെയ്യേണ്ടത്? യൗവനമേ, ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടന്നു പോകുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. ശ്രദ്ധിക്കുക.
പ്രണയത്തിൻ്റെ ആഴം തേടുമ്പോൾ അതിൻ്റെ നിർവചനം വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. കുറേ വ്യക്തികളുടെ ഡെഫിനിഷൻസ് അതിലൂടെ കടന്നു പോയപ്പോൾ അതിങ്ങനെയാണ് ഒരു മേജർ ഡെഫിനിഷൻ നൽകിയിരിക്കുക. എന്താണ് സ്നേഹം? Love is a set of emotions and behaviors characterized by intimacy, passion and commitment. സ്നേഹമെന്ന് പറയുക ചില വികാരങ്ങളുടെയും പ്രകടനങ്ങളുടെയും അത് ചേർത്ത് വച്ചിരിക്കുന്ന ഇൻറ്റിമസി, അടുപ്പം, പാഷൻ, അഭിനിവേശം, അതുപോലെ കമ്മിറ്റ്മെന്റ്സ്, പ്രതിജ്ഞാബദ്ധത അല്ലെങ്കിൽ പ്രതിബദ്ധത, ഇങ്ങനെയൊക്കെ ചേരുന്ന ഒരു കൂട്ടായ്മയുടെ ലോകമാണ് ലവ് എന്ന് പറയുക. ഇതിൽ കെയർസ്, ദാറ്റ് മീൻസ് കരുതലുകൾ, അതുപോലെ അടുപ്പം, ക്ലൂസ്നെസ്, പ്രൊട്ടക്റ്റീവ്നെസ്, ദാറ്റ് മീൻസ് ഒരാളെ ഒരു അപകടമോ ഒരു പ്രശ്നമോ വരാത്ത വിധം ഒരു എക്സ്ട്രാ ഓർഡിനറി നിഴല് പോലെ നടക്കുവാനുള്ള ആഗ്രഹം, ഒരാകർഷണം, അട്രാക്ഷൻ, ഒരു അഫെക്ഷൻ, ഒരു അറ്റാച്ച്മെന്റ്, പിന്നെ ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം ഒക്കെ ലവിലുണ്ടെന്നാണ് ഡെഫിനിഷൻ പറയുക. വ്യക്തികളനുസരിച്ചും സാധ്യത അനുസരിച്ചും ടൈം അനുസരിച്ചും ലവിൻ്റെ ഇൻറ്റൻസിറ്റി മാറിക്കൊണ്ടിരിക്കാം. റിലേഷൻഷിപ്പ് അനുസരിച്ച് പ്രണയത്തിന് വ്യത്യാസമുണ്ടാകാം. വിവാഹത്തിലെത്തുന്ന പ്രണയങ്ങളുണ്ട്, വിവാഹം കഴിഞ്ഞുള്ള പ്രണയങ്ങളുണ്ട്, തകർന്നു പോകുന്ന പ്രണയങ്ങളും സാധ്യതകളും ഒക്കെയുണ്ട്. ഇവിടെയെല്ലാം ഇതിൻ്റെ ഒരു ആത്മീയ വശം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നറിയുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ലവിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. നമുക്കിനിയും ഡീപ്പായിട്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു പോകാം. ചില പോയിന്റുകൾ അനുസരിച്ച് നമ്മൾ പ്രണയത്തെ ഒന്ന് ഡീൽ ചെയ്യുകയാണ്. പോയിന്റ് നമ്പർ 1, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലോകം ഡെവലപ്പ് ചെയ്ത ഒരു പോയിന്റാണ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഒരു നോട്ടത്തിൽ തന്നെ fall in love with a person. Is it right? ശരിയാണോ? പക്ഷേ ലിറ്റററി ഡെഫിനിഷൻ അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷൻ പോയിന്റ് എടുത്താൽ ഒരിക്കലും പ്രണയം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഫസ്റ്റ് സൈറ്റ്. കാരണം ലവ് ഒരു പ്രോസസ് ആണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന് നീഡഡ് ആണ്. പോയിന്റ് നമ്പർ 1, ആകർഷിക്കണം. അട്രാക്ഷൻ ഈസ് എ ബേസ് പോയിന്റ് ആണ്. അതൊരു ഒറ്റ നോട്ടത്തിൽ അട്രാക്ഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇനിയും ഉണ്ടായാൽ. പോയിന്റ് നമ്പർ 2, ലൈക്ക് ഓർ ഇഷ്ടം എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്പർ 2 ആണ്. ഈ പോയിന്റിൽ ആകർഷണത്തിൽ നിന്ന് ഇഷ്ടത്തിലേക്ക് ഡെവലപ്പ് ചെയ്യും. 3, പിന്നീടാണ് അത് സാമീപ്യവും അല്ലെങ്കിൽ സംസാരവും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലൂടെ ലവിലേക്ക് ഡെവലപ്പ് ചെയ്യുക. പ്രണയത്തെക്കുറിച്ച് കവികളും കവിതകളും ഫിലിംസും ഒക്കെ കൊണ്ടുവരുന്ന വാക്യങ്ങൾ എടുത്ത് പലപ്പോഴും പ്രാക്ടിക്കൽ അല്ലാതെ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് സൈറ്റിൽ പ്രണയമുണ്ടാവുക എളുപ്പമല്ല, അസാധ്യമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം
അത് ബ്രൂസസ് ആണ്. ഈ 3 പോയിന്റിന് ടൈം നീഡഡ് ആണ്. അതുകൊണ്ട് പ്രണയം, എനിക്ക് ഈ വ്യക്തി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവശ്യം കൂടെ അതിനെക്കുറിച്ച് ഡീപ്പായി സ്പിരിച്വലി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? റുട്ടോപ്പിയൻ ലോകത്തിലായതുകൊണ്ടാണോ? അതോ സ്പിരിച്വലി ഒരു പ്രീച്ചറായി പോയതുകൊണ്ടോ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഷെക്കിന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചറിനും പ്രണയത്തോട് എതിർപ്പാണോ? നോ. കഴിഞ്ഞ നാളുകൾ കണ്ട ഹൃദയഭേദകമായ സംഭവങ്ങളിൽ ഒന്ന് മരണത്തെക്കാൾ കൂടെ നിൽക്കുന്നത് പ്രണയത്തിൻ്റെ കിരാതമായ കരങ്ങളാണ്. അതുകൊണ്ട് വളരെ ഗൗരവമാർന്ന പോയിന്റോടുകൂടി ഇതിനെ ശ്രദ്ധിക്കണം. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ചെറുപ്പക്കാരൻ്റെ വഞ്ചന എന്നാണ് പറഞ്ഞത്. നിന്നെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാര്യം അവളുടെ സൂസൈഡ് പോയിന്റിലേക്ക് വരെ അവളെ കൊണ്ടെത്തിച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, 2 + 2 = 4. വേറൊരാൾ പറയുന്നു 4.01. 4.01 ആയാലും 0.2 ആയാലും 0.2 ആയാലും 0.4 ആയാലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പെർഫെക്റ്റ് റൈറ്റ് അല്ല. പ്രണയത്തിൻ്റെ ആഴം പെർഫെക്ഷനിലേക്ക് ലീഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടത്? ഞാൻ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക്, വളരെ മേജർ പോയിന്റിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധിച്ചോണം. പ്രണയത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ, അതിനെ നിർവചിച്ചപ്പോൾ അതിന് വലിയ ഡിബേറ്റുകളാണ് വന്നത്. ഒരു ഗ്രൂപ്പ് അതിനെക്കുറിച്ച് പറയുക അതൊരു ഇമോഷണൽ കൾച്ചറൽ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി അല്ല ലവ് എന്ന് പറയുക. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഒരു വികാരമല്ല പ്രണയമെന്നത്. ഒരിഷ്ടം പോലെ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഈ എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങളോട് തോന്നുന്ന കൊതി പോലെ തോന്നുന്ന ഒരു കാര്യമല്ല പ്രണയം. മറുതലത്തിൽ ബയോളജിക്കൽ ഫിസിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തുള്ള ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുക. അത് സീരിയസ്ലി, മെഡിക്കലി, ഫിസിക്കലി, സൈക്കോളജിക്കലി ഒക്കെ അത് ഡിഫൈൻ ചെയ്യാമെന്നാണ് അവർ പറയുക. കാരണം അതിനെക്കുറിച്ച് ആഴമേറി പഠിക്കുമ്പോൾ പ്രണയത്തിന് വെരി ഇമ്പോർട്ടൻ്റ് ആയി നീഡഡ് ആകുന്നത് 3 പ്രധാനപ്പെട്ട ഹോർമോൺസ് ആണ്. ഒന്നാമത്തെ ഹോർമോൺ ഓക്സിറ്റോസിൻ, 2 ഡോപാമിൻ, 3 സെറോട്ടോണിൻ. 3 ഹോർമോണും തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് പലപ്പോഴും പ്രണയം ഡെവലപ്പ് ചെയ്യപ്പെടുക. ഫോർ എക്സാമ്പിൾ, ഓക്സിറ്റോസിൻ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നോർമലി ഇത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇതിൻ്റെ റോള് റീപ്രൊഡക്ഷൻ, ബ്രസ്റ്റ് ഫീഡിങ്, ഇതിനു വേണ്ടിയൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക. എന്തിനെന്ന് ചോദിച്ചാൽ, പോയിന്റ് നമ്പർ 1, 2 വ്യക്തികൾ തമ്മിൽ ട്രസ്റ്റ്, വിശ്വാസം,
അവർ തമ്മിൽ എംപതി, ഒരു സഹാനുഭൂതി. 3, അവർ തമ്മിൽ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ. 4, അവർ തമ്മിൽ ബോണ്ടിങ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഒരു വ്യക്തിയെ പ്രണയിക്കുമ്പോൾ ഈ ഹോർമോൺ ഡെവലപ്പ് ചെയ്യും. പോയിന്റ് നമ്പർ 2, രണ്ടാമത്തെ ഹോർമോൺ ഡോപാമിൻ. ഡോപാമിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ മോട്ടിവേഷൻ, ഫൈൻ ട്യൂണിങ്, കമ്പൽഷൻ, പെർസർവേഷൻ, ഇങ്ങനെ വരുന്ന കുറെ കാര്യങ്ങളാണുള്ളത്. സെക്ഷുവലി കുറച്ച് ചായ്വ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണുമാണ് ഡോപാമിൻ. പോണോഗ്രാഫി പോലെ, മാസ്റ്റർബേഷൻ പോലുള്ള പല കാര്യങ്ങൾക്കും ഇത് ബേസ് ആകും. 3, സെറാറ്റോണിൻ. മൂഡ് ക്രിയേറ്റ് ചെയ്യുവാൻ, മെമ്മറി പ്രോസസ്സിങ്ങിന്, സ്ലീപ്പിന് ഒക്കെ ഈ ഹോർമോൺസ് ആവശ്യമാണ്. ഒരു വ്യക്തിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, അട്രാക്ഷൻ കടന്നു വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഈ ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യും. ഈ ഹോർമോൺസിനെ ബേസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വ്യക്തിയുമായി എനിക്ക് അറ്റാച്ച്മെൻറ്റ് വരികയും ഞാൻ വല്ലാതെ ഈ വ്യക്തിയോട് അറ്റാച്ച്മെൻറ്റിൽ എൻ്റെ ഭാവനകളും എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സും പാഷൻസും ഒക്കെ ഈ പെൺകുട്ടിക്കോ ഈ ചെറുപ്പക്കാരനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. പക്ഷെ ഓർക്കുക, എവിടെ വെച്ചെങ്കിലും ഹോർമോൺ കണ്ണിലൂടെ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം അത് കുറഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് സോണാകും. ഈ 3 ഹോർമോണിൽ പോസിറ്റീവ് ആണെങ്കിൽ അനുഗ്രഹമാണ്. എന്നാൽ പലപ്പോഴും ഇത് നെഗറ്റീവ് ആകുന്നതായിട്ട് കാണുവാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡോപാമിന് ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. കാരണം അതിനൊരു അഡിക്ഷൻ ഉണ്ട്. ചില മയക്കുമരുന്നുകൾ കഴിക്കുന്നത് പോലുള്ള അഡിക്ഷൻ. ഈ അഡിക്ഷൻ ഡെവലപ്പ് ചെയ്താൽ എനിക്കിഷ്ടപ്പെട്ട വ്യക്തിയുമായി ഒരുമിച്ചിരിക്കണമെന്നും സംസാരിക്കണമെന്നും കാണണമെന്നും ഓൾവേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും വേറെ ഒരാളോട് സംസാരിക്കുന്നതിൽ ഇഷ്ടക്കുറവും ജലസും അതീവൻ ഗ്രഡ്ജും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന വലിയൊരു പ്രോസസ്സായി ഡോപാമിന് നമ്മളെ മാറ്റാം. ദാറ്റ് മീൻസ് ഒരു ഹോർമോൺ പ്രണയത്തെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, യൗവനമേ, ഹോർമോൺസിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അഡിക്ഷനാണ്. ചില മയക്കുമരുന്നുകൾക്ക് അടിമപ്പെടുന്നത് പോലെ, വിറയൽ വരുന്നത് പോലെ, വിഡ്രോവൽ ഉണ്ടാകുന്ന സമയത്ത് ഗ്രഡ്ജോ ജലസോ കടന്നു വന്നാൽ ഒന്നെങ്കിൽ സൂസൈഡ്, അല്ലെങ്കിൽ കൊലപാതകം, അതുമല്ലെങ്കിൽ സെൽഫ് ഡിസ്ട്രക്ഷൻ വരുന്ന ചില ഡിസിഷനുകൾ വരെ ചില വ്യക്തികൾ എടുക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു, ലവ് ഈസ് നോട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്. 2 പറഞ്ഞു, പ്രണയത്തിൽ ഒരു ഹോർമോൺ ഉണ്ട് എന്ന്. 3, പ്രണയത്തിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുക സെക്ഷൽ ഉണ്ടാകും. സെക്സ് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒക്കെ ട്രാവൽ ചെയ്യണമെന്ന് തോന്നും. നമ്മൾ പറയും സെക്സ് കടന്നു വരില്ല എന്ന്, എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നാം. എന്നാൽ ശ്രദ്ധിച്ചു കൊള്ളുക, അങ്ങനൊന്നുമില്ല. ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങും, ഒരുമിച്ച് കുറേ സമയം വരുന്ന സംസാരിക്കാൻ തുടങ്ങും, ഒറ്റയ്ക്ക് ചില റൂമുകളിൽ അകപ്പെടും, സെക്ഷൽ അറ്റാക്ക് ഡെവലപ്പ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, നമ്മളൊരു സൂപ്പർമാൻ, സൂപ്പർ സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഒന്നുമല്ല. അപ്പോൾ സൈറ്റൻ ആരെ വിഴുങ്ങണമെന്ന് ഓർക്കുന്നത് കൊണ്ട് നമ്മളൊരു ഇരയാകും, നമ്മൾ വീണു പോകും. ഒറ്റയ്ക്കിരിക്കുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും ചില ഭീഷണികൾ കടന്നു വരും.
എന്തായാലും നമ്മൾ വിവാഹം കഴിക്കേണ്ടവരല്ലേ? എന്നിൽ നിനക്ക് വിശ്വാസമില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം ചില ഫോട്ടോസും ഈവൻ നേക്കഡ് ഫോട്ടോസ് വരെ ഫോർവേഡ് ചെയ്യുന്ന ഒരു ടൈമിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പോസിറ്റീവ് അപ്രോച്ചുള്ള ഒരു തലം അവിടെ കടന്നു വരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട സെക്ഷൽ അറ്റാക്ക് കടന്നു വരും. വിവാഹത്തിന് ശേഷം സെക്സ് ഉണ്ട്, എന്നാൽ വിവാഹത്തിന് മുമ്പും സെക്സ് കടന്നു വന്നാൽ അതിനുണ്ടാകുന്ന പ്രോബ്ലം വളരെ വലുതാണ്. കാരണം വിവാഹത്തിന് മുമ്പ് പ്രീ മാരിറ്റൽ, അത് പ്രണയത്തിലൂടെയൊക്കെ ഒരു സെക്സ് കടന്നു വരുമ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം വരിക, അതിൽ റിപ്പീറ്റ് ചെയ്ത് ഇൻസിഡൻറ്റ് വരുമ്പോൾ അതിൽ വിരസത ഡെവലപ്പ് ചെയ്യും. അപ്പോൾ മറ്റുള്ള വിവാഹം കഴിച്ച ആളുകൾക്ക് അങ്ങനെ വരുന്നില്ലേ? അവർക്ക് വരുവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ആ റിലേഷൻഷിപ്പിൽ നിരവധി റിലേഷൻസ് ഉണ്ട്. അമ്മയും അപ്പനും സഹോദരങ്ങളും, വളരെ വലിയ കമ്മിറ്റ്മെൻറ്റ്സ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആവർത്തന വിരസതയ്ക്കപ്പുറം അതൊരു ദൈവിക സ്നേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വരും. പിന്നീട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മൾ വിവാഹത്തിന് മുമ്പ് കടന്നു പോകുന്നത് മുഴുവൻ പലതും ആക്ടിങ്, ഒരു അഭിനയം കടന്നു വരാം. എന്നാൽ വിവാഹത്തിൽ അതില്ല, അതിനകത്ത് റിയാലിറ്റി ഉള്ളത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, പ്രണയം ശരിയോ തെറ്റോ അതവിടെ നിൽക്കട്ടെ. ഈ പോയിന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചില വ്യക്തികളുടെ ജീവിതത്തിൽ സെക്ഷുവലി ട്രബിൾഡ് ആയി കഴിഞ്ഞാൽ കുറ്റബോധം ഡെവലപ്പ് ചെയ്യും. ഈ കുറ്റബോധം നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് ഫാമിലി ലൈഫ്, വിവാഹത്തെ വല്ലാതെ ബാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു പോയിന്റ് ഉണ്ട്, ബൈബിൾ ഒരു റോങ് ബുക്കാണ്, അതിന് പ്രണയത്തെക്കുറിച്ചൊക്കെ പഴഞ്ചൻ ചിന്താഗതിയാണ്. നോ, ലോകത്തിലേറ്റവും നല്ല പോലെ സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വർണ്ണിച്ചിരിക്കുന്ന ഒരേ ഒരു ബുക്ക് ബൈബിളാണ്. നമ്മൾ വിചാരിക്കും ചില ബുക്കുകൾ, ചില പൊസിഷനുകളൊക്കെ വർണ്ണിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്നൊക്കെ. നോ, ബൈബിളിൻ്റെ 73 പുസ്തകത്തിൻ്റെ ക്യാപ്സുൽ വേർഡ് തന്നെ ഇതാണ്: തന്നിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് ബൈബിൾ പറയുക. സങ്കീർത്തനത്തിൽ പ്രണയമുണ്ട്, ഉത്തമഗീതത്തിൽ പ്രണയമേ ഉള്ളൂ. ദൈവം സഭയെ സ്നേഹിക്കുന്നത് പോലെ, കാമുകി കാമുക ബന്ധം പോലെ ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധം അവിടെ വ്യക്തമാക്കുമ്പോൾ നമുക്കൊക്കെ അത് ഇച്ചീച്ചിയായിട്ട് തോന്നാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട വളരെ ശ്രദ്ധിക്കുക, ബൈബിള് ചില മോഡലുകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്, പ്രണയത്തിൻ്റെ ചില മോഡലുകൾ. ദാവീദ് ഒരു പെൺകുട്ടിക്കായി പോണോഗ്രാഫി പോലെ ലൈവായി ഒരു ചീത്ത കടന്നു വന്നത് ഒരു കൊലപാതകത്തിനും പിന്നീട് അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് കാരണമായി. റോങ് മോഡലാണ്, റൈറ്റ് അല്ല. വിവാഹത്തിനപ്പുറമുള്ള ബന്ധങ്ങൾ, ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങൾ തെറ്റാണെന്ന് ഇത് നമ്മളെ പഠിപ്പിക്കും. യാക്കോബിന് ഇഷ്ടപ്പെട്ടത് ഇളയവളെ, കിട്ടിയത് മൂത്തവളെ. ജോലി ചെയ്ത് കോൺട്രാക്റ്റ് കൊണ്ട് വിവാഹം കഴിക്കുന്ന പെൺകുട്ടി. ശരിയെന്ന് പരിപൂർണമായി പറയുവാനാവാത്ത സാധ്യതകൾ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക, ബൈബിളിൽ ഉടനീളം ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. റൂത്ത്, ബോവാസ് റൂത്തിനെ വിവാഹം കഴിക്കുക ഒരു ഭൂമിയുടെ പേരിലുള്ള ഡീലിൻ്റെ ബേസിലാണ്. ലാൻഡ് മേടിക്കുന്നതിനാൽ അവളെയും എക്സ്ചേഞ്ച് പ്രോസസ്സായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു വിവാഹത്തിന് കൊലപാതകം നീഡഡ് ആണോ? ഒരു പ്രണയത്തിന്
അസൂയയും കൊലപാതകവും നീഡഡാണ്? അതോ ഗ്രഡ്ജും അസൂയയും നീഡഡാണ്? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ദൈവത്തിൻ്റെ ആലയമാണ്. ഇവിടെയുള്ള പ്രണയം ദൈവാലയത്തിൻ്റെ പ്രണയമാണ്. ആ വലിയ ബോധത്തോടു കൂടി ശ്രദ്ധിക്കുക. വീണുപോകുന്ന ജീവിതങ്ങൾ മരണം വരെ ആ ഒരു പ്രിക് പോയിന്റ് വളരെ തകർക്കുന്നതാണ്. അതുകൊണ്ട് സെന്റ് പോൾ പറയും, ഏകനായിരിക്കുന്നത് അങ്ങനെ അത്രമാത്രം സാധ്യതയുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്നത്. അതുകൊണ്ട് സെക്ഷൽ അപ്രോച്ചുകൾ പ്രണയത്തിൽ കടന്നു വരുന്നത് കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അൺഎക്സ്പെക്റ്റഡ് പ്രണയത്തിൽ സെക്സിന് ശേഷം ഒരു പേടി, പ്രഗ്നൻസി, അത് ചില പിൽസിലേക്കും ആൻറ്റി പ്രഗ്നൻസിയിലേക്കും ഒക്കെ ലീഡ് ചെയ്യും. പ്രഗ്നൻ്റ് ആയില്ലെങ്കിലും പിൽസ് വരുന്നതോടുകൂടി അബോർഷൻ ഡെവലപ്പ് ചെയ്യും. കൊലപാതകം അറിഞ്ഞോ അറിയാതെയോ ഒരു കുടുംബത്തിൽ കടന്നു വരും. എത്ര ആഴമേറിയതാണ് അതിൻ്റെ നഷ്ടമെന്ന് ബോധ്യമുണ്ടോ? ശ്രദ്ധിക്കുക. അടുത്ത വലിയ പോയിന്റാണ് 3 പ്രധാനപ്പെട്ട ടൈസ് എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യും. ഒന്നാമത്തെ ടൈ എന്ന് പറയുന്നത് സോൾ ടൈ ആണ്. മൈൻഡ് ടു മൈൻഡ് ഒരു ടൈപ്പ് ഡെവലപ്പ് ചെയ്യും. എക്സെൻട്രിക് ആകാം പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ നമ്മൾ അറിയാതെ റിലേഷൻഷിപ്പിൽ ചെന്നുപെട്ടാൽ പിന്നീട് അതിനുണ്ടാകുന്ന ബ്രേക്കപ്പ് പോയിന്റിൽ നിന്ന് റിയലി പുറത്തു വരിക അസാധ്യമായിട്ട് വരും. പുറത്തു വന്നാലും മറ്റൊരു വിവാഹത്തിലൂടെ പോകുമ്പോഴും ഇവയെ മുഴുവൻ കർത്താവിൻ്റെ മുന്നിൽ ദൈവത്തിന് കൊടുത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ, ആ പോയിന്റിൽ പിന്നീട് വിടുതലും വിമോചനവും കിട്ടിയില്ലെങ്കിൽ അത് ജീവിതത്തെ പിന്നീട് നഷ്ടമായി ബാധിക്കാം. രണ്ടാമത്തെ പോയിന്റ്, മനസ്സും കൂടിച്ചേരുന്നതിനപ്പുറം ഫൈനാൻഷ്യൽ ടൈസ് ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില ബന്ധങ്ങളിൽ, ചില സാധ്യതകളിൽ സമ്പത്ത് കൈമാറുന്ന സാധ്യതകൾ തെറ്റാണ്. പ്രണയത്തിന് സമ്പത്തിനൊരു സ്വാധീനവുമില്ല. പ്രണയത്തിൽ സമ്പത്ത് കടന്നു വരുന്നതോടുകൂടി പ്രയോറിറ്റികൾ മാറും. ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, നീ നിന്റെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അവൾക്ക് വിവാഹം നല്ലത് വന്നു, അതും ദൈവപദ്ധതിയുള്ള പേർപ്പസുള്ള ദൈവഹിതമുള്ളത്. വിശ്വാസിയായ പെൺകുട്ടി അതിലേക്ക് പോകുവാൻ അവൾക്ക് ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. കാരണം ഹ്യൂജ് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈ ചെറുപ്പക്കാരനുമായി. അവനത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ കാത്തുവച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, എവിടെയോ ഒരു ചതിക്കുഴി ഫൈനാൻഷ്യൽ ടൈസിലൂടെ സൈറ്റൻ ഡെവലപ്പ് ചെയ്യും. 3 പ്രൈവസി ടൈസ്. സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തു. ട്വിറ്ററും അതുപോലെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും മറ്റു തരത്തിലുള്ള ആപ്സൊക്കെ ഡെവലപ്പ് ചെയ്തതോടുകൂടി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുക. ഇന്ന് കോമണായി കാണുന്ന ഒരു പ്രോബ്ലമാണ് പ്രണയത്തിൽ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിൽ തങ്ങളുടെ പ്രൈവറ്റ് ഫോട്ടോസ്, പ്രൈവറ്റ് മാറ്റേഴ്സ് കൈമാറുന്നതായി കാണുവാൻ പറ്റും. അവയാണ് പ്രൈവസി ടൈസ് എന്ന് പറയുക. ദാറ്റ് മീൻസ് നേക്കഡ് ഫോട്ടോസ്, ചില ഗിഫ്റ്റുകൾ, ഇതൊക്കെ കൈമാറുന്നതായിട്ട് കാണുവാൻ പറ്റും. അത് ദൈവത്തിൻ്റെ മുന്നിൽ വളരെ വലിയ നഷ്ടങ്ങളാണ്. ചിലർ ഗിഫ്റ്റുകളും ഫോട്ടോസും അതുപോലെ വീഡിയോസുമൊക്കെ കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിൻ്റെ പ്രൈവറ്റ് മാറ്റേഴ്സ്, പപ്പയുടെ മമ്മിയുടെ അല്ല വീട്ടിൽ നടക്കുന്ന സകല സംഭവങ്ങളും, സിമ്പതി ഡെവലപ്പ് ചെയ്യാൻ കാരണമാകുന്ന സംഭവങ്ങൾ വരെ ഈ ടൈസ് ഡെവലപ്പ് ചെയ്താൽ അവിടുന്ന് പുറത്തിറങ്ങുക അസാധ്യമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ട യൗവനങ്ങളെ, ഈ കാലഘട്ടത്തിൽ വളരെ വലിയ സ്പിരിച്വലി സ്ട്രോങ് ആയ
ഈവൻ പ്രീച്ചിങ്ങിൽ പോലും കടന്നു വരുന്ന യൗവനങ്ങൾ, സബാറ്റിക്കൽ ഇയറും ദൈവസാന്നിധ്യത്തിന് വർഷങ്ങളുമൊക്കെ ഡിക്ലെയർ ചെയ്ത വ്യക്തിത്വങ്ങൾ പോലും ചില ബന്ധങ്ങളുടെ പേരിൽ മനുഷ്യനെ സ്നേഹിക്കണ്ടേ, സ്നേഹത്തിൽ എന്ത് തെറ്റ്, പ്രണയം തെറ്റാണോ, അപ്പനോടും അമ്മയോടുമൊക്കെ മറുതലിച്ച് ചില ചീത്ത കൂട്ടുകെട്ടുകളിലും അവിശ്വാസത്തിലുമൊക്കെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, റിലേഷൻഷിപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് വിവാഹമായിരിക്കണം. മറ്റെല്ലാ റിലേഷൻഷിപ്പും സുഹൃത്ത് ബന്ധമാകാം, ദൈവസാന്നിധ്യമാകാം, നല്ല ഫ്രണ്ട്സ് ആകാം, സഹോദരങ്ങൾ പോലെയാകാം, ബ്രദർ ആൻഡ് സിസ്റ്റർ ആകാം. ഇതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ ദൈവം അനുവദിച്ചതിനപ്പുറം സമയമെത്തുന്നതിന് മുമ്പ് നിന്റെ ഉള്ളിലെ പ്രേമത്തെ നീ തൊട്ടുണർത്തിയാൽ ചിലപ്പോൾ അത് വലിയ നഷ്ടമായി മാറും. ഫെയ്ത്തൊക്കെ വലിച്ചെറിയുന്ന എത്രയോ കുട്ടികൾ പല വിശ്വാസങ്ങളുടെ നടുവിൽ വിവാഹം കഴിച്ച് മാനവികതയുടെയും മാനുഷികതയുടെയും പേരിൽ എനിക്ക് ജീവൻ തന്ന ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ജീവിതങ്ങൾ എത്രയോ കഠിനമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ശ്രദ്ധിച്ചു കൊള്ളുക. ഗ്രീക്ക് മിത്തോളജിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ആശയങ്ങളിൽ 4 തരത്തിലുള്ള ലവിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്. ഒന്ന് റോസ് എന്ന് വെച്ചാൽ സെക്ഷുവലി ബേസ്ഡ് ഇമോഷനുള്ള ലവ്. സെക്സാണ് അതിൻ്റെ, ഫ്ലഷാണ് അതിൻ്റെ റീസൺ. 2 ഫിലിയ, ഫ്രണ്ട്സ്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള ലവിനാണ് ഫിലിയ എന്ന് പറയുക. 3 സ്റ്റോർഗി, അപ്പനും മക്കളും, ഒരു വാത്സല്യം എന്നൊക്കെ പറയുന്ന പ്രണയം. എന്നാൽ 4th വൺ ഗ്രീക്ക് പറയുക അഗാപ്പയാണ്. അതിങ്ങനെ പറയും, തന്നെ കണ്ടീഷനില്ലാതെ വിട്ടുകൊടുക്കുന്ന സ്നേഹം. അങ്ങനൊരു സ്നേഹം അത് യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു ദിവസം കൺമുന്നിൽ 8 കാലി കടന്നുപോയി. വയറൊക്കെ വീർത്ത് വെളുത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന 8 കാലി. എൻ്റെ കുഞ്ഞിലെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വീടിൻ്റെ ഭിത്തിയിലൂടെ കടന്നുപോയ 8 കാലിയെ ഓടിച്ചു കൊല്ലാൻ പറ്റിയില്ല, അതിനുള്ള കരുത്ത് കിട്ടിയില്ല. സ്കൂളിൽ പോയി തിരികെ വന്നു. ഒരു ദിവസം ആ ഭിത്തിയുടെ താഴെ ഒരു മൂലയ്ക്ക് നിരവധി, ഒരനക്കം കണ്ട് നോക്കുമ്പോൾ നിരവധി 8 കാലി കുഞ്ഞുങ്ങൾ. ഞാൻ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഈ അമ്മ 8 കാലി ചത്ത് കിടക്കുന്ന പോലെ കിടപ്പുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായത് 8 കാലി അമ്മ മരിക്കുമ്പോൾ, പ്രസവിക്കുമ്പോഴാണ് മരിക്കുക. ഈ മരിക്കുന്ന സമയം ഇതിൻ്റെ ശരീരം ഈ കുഞ്ഞുങ്ങൾ കഴിച്ചുകൊണ്ടാണ് തങ്ങളുടെ ജീവൻ തുടങ്ങുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു വിലയുമില്ലെന്ന് കരുതുന്ന 8 കാലി അതിൻ്റെ അമ്മ പോലും തൻ്റെ ശരീരം കുഞ്ഞുങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ അൺകണ്ടീഷണൽ ലവ്, ജീവൻ കൊടുക്കുന്ന സ്നേഹം, അത് പ്രണയത്തിലുണ്ടാകണം. നെഗറ്റീവായിട്ടല്ല. ഒരാളെ നഷ്ടപ്പെടുത്താത്ത, ഒരാളെ ജീവനിലേക്ക് തിരികെ എടുക്കുന്ന, ക്രിസ്തുവുമായി കൂട്ടിയോജിപ്പിക്കുന്ന പ്രണയത്തിൻ്റെ രാജകുമാരൻ യേശു ക്രിസ്തുവിൻ്റെ കരുതലുണ്ടാവണം. ഇന്നതെല്ലാം നഷ്ടമാവുന്നു. ചില സംഗീതവും ചില ഫിലിംസും ചില കവിതകളും പ്രണയത്തിൻ്റെ നനുനനുത്ത കരവിരുതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുമ്പോൾ, അല്ലയോ മോളെ, മോനെ, ഇന്നത്തെ ദിവസം ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കുക, എൻ്റെ പ്രണയം ആരോടാണ്? ആദ്യം പ്രണയിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. ഫെയ്ത്ത് നഷ്ടപ്പെടുത്തി, ഇറ്റേണിറ്റി നഷ്ടപ്പെടുത്തി
ഒരു പ്രണയവും പ്രണയമാകില്ല. ഫെയ്ത്ത് നഷ്ടപ്പെടുത്തുന്ന പ്രണയമുണ്ടെങ്കിൽ അത് പ്രണയമല്ല. ആരെന്തു പറഞ്ഞാലും ക്രൈസ്റ്റിനെ ഒറ്റുകൊടുക്കുന്നത് അത് ചുംബനത്തിൻ്റെ പേരിലാണ്, സ്നേഹമല്ലേ എന്ന് ചോദിച്ചാലും അത് പ്രണയമല്ല. അങ്ങ് ദൂരെയുള്ള മരത്തിൻ്റെ നിഴലിൽ നിന്നിരുന്ന ഈശോയെ യൂദാസിനെ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. എന്നാൽ യൂദാസ് ചുംബിച്ചൊറ്റുകൊടുത്തെങ്കിൽ അത് പ്രണയമായിരുന്നില്ല. ആ ചുംബനം പ്രണയത്തിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നില്ല, അത് ചതിയുടെ റിഫ്ലക്ഷനാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഇന്നത്തെ ദിവസം തിരികെ ആത്മാവിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം മാത്രം, ഒരു റീതിങ്കിങ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. പ്രണയത്തിൻ്റെ റീതിങ്കിങ്. ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെ ഒരു ഡീപ്പ് റൂട്ടഡ് ലൈഫ് നഷ്ടമാക്കുന്ന ചില സംഭവങ്ങളുണ്ടോ? ഒരമ്മയെ കുടിച്ചും തിന്നുമാണ് നമ്മൾ വളരുക. അമ്മയുടെ മുലപ്പാലെന്ന് പറയുക അമ്മയുടെ ബ്ലഡാ. ഈ ബ്ലഡ് എന്ന് പറയുക അവളുടെ ജീവനാ. ഒരു കാര്യം ഓർക്കുക, ജീവൻ നൽകുവാൻ, അത് സമൃദ്ധമായി നൽകുവാൻ ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ ലൈഫിൽ കലാലയ ജീവിതങ്ങളുടെ നടുവിൽ കണ്ട പ്രണയങ്ങൾ, ജീവിതം മനോഹരമെന്ന് കരുതിയ സമയങ്ങൾ, എന്നാൽ ക്രിസ്തുവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പ്രണയിക്കുവാൻ ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ അവന് യേശുവിനോളം ഉയരമുണ്ട്. പ്രണയത്തിന് ഒരാളെ എനിക്ക് വേണമെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ മുഖത്തോട് സാദൃശ്യമുണ്ട്. ദൈവത്തിന് പ്രിയപ്പെട്ട ബാല്യമായാലും കൗമാരമായാലും യൗവനമായാലും വാർദ്ധക്യമായാലും പ്രണയം മരണത്തെക്കാൾ മരണം പോലെ ശക്തമാണ്. എന്ത് മരണം? തന്നെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന മരണം. അതെ, നമുക്ക് പ്രണയിക്കണം, നമുക്ക് സ്നേഹിക്കണം, നമുക്ക് ആരാധിക്കണം. പ്രണയിക്കേണ്ടവൻ മറ്റാരുമല്ല, യേശു. ലിറ്ററലി fall in love with him. 33 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രണയിക്കാൻ വിട്ടു നൽകിക്കൊണ്ട് ഇന്ന് ഒരു കുഞ്ഞിൻ്റെ 12th കഴിഞ്ഞുള്ള ഒരു പ്രണയബന്ധത്തിൻ്റെ കഥ, അവൻ്റെ ടെസ്റ്റ് മണി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിനെ കീഴ്മേൽ മറിക്കുന്നതാകാം. അതിനുശേഷം ആരാധനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് കേൾക്കാം. പ്രൈസ് ലോർഡ്. എനിക്കൊരു പ്രണയമുണ്ട്. ആ പ്രണയത്തെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് ആകാശ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പം 12th കഴിഞ്ഞ് അടുത്ത കരിയറിൽ എന്ത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു പാത്വേയിൽ നിൽക്കുകയാണ്. ഞാൻ സാധാരണ ഒരു സ്പിരിച്വൽ ഫാമിലിയിൽ ജനിച്ച് വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ പപ്പായും മമ്മിയും എന്നെ വിട്ട് ഇന്ത്യയുടെ പുറത്ത് ജോലിക്ക് പോയി. സാഹചര്യം അതായിരുന്നു. അപ്പോൾ ഞാൻ വളർന്നതെല്ലാം എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നല്ല ഫ്രീഡം ഉണ്ട്, നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ലൈഫായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ബ്രദറിന് ഒരു അസുഖം, ഈ കാലിൽ വരുന്നൊരു അസുഖം, അവന് നടക്കാൻ പറ്റാത്ത രീതിയിലൊരു അസുഖം വന്നു. അപ്പോൾ എനിക്കന്ന് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, ഞാൻ കുഞ്ഞാണ്. അപ്പം പപ്പായും മമ്മിയും അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ എല്ലാം ഒരു ടെൻഷൻ കണ്ടപ്പം എനിക്ക് ഭയങ്കര പേടിയായി, ഞാൻ ഭയങ്കര ടെൻസ്ഡായി. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനന്ന് പ്രാർത്ഥിച്ചു, ഞാനന്ന് ബൈബിൾ വായിച്ചു. എനിക്ക് ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, എന്നാലും ഞാൻ വായിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അവൻ എന്തുണ്ടെങ്കിലും അത് മാറ്റി കൊടുക്കണേ, എൻ്റെ യേശുവേ അവൻ്റെ അസുഖം മാറ്റണേ. ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞു, അവൻ്റെ അസുഖം മാറി. അത് കഴിഞ്ഞിട്ട് സാധാരണ രീതി ഹാപ്പി ആയിട്ട് പിന്നെയും പോയി, സ്മൂത്തായിട്ട് എൻ്റെ പഴയ വേൾഡ് ബിഹേവിയറിലോട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ സ്മൂത്തായിട്ട് ലൈഫ് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ 12th ഞാൻ കയറി. അപ്പോൾ ആ സമയത്ത് എനിക്ക് പുതിയ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ്,
പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, അതിനുള്ള അട്രാക്ഷൻ, ഇതെല്ലാം എനിക്ക് കയറി ഞാൻ ഭയങ്കര വേൾഡ്ലി ആകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് ഇല്ല എന്ന്. ആ ഒരു സമയത്ത് അതെല്ലാം ഒരു സമയം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാകാൻ തുടങ്ങി. എനിക്ക് എക്സാമിൻ്റെ സ്ട്രെസ്സ് അങ്ങനെ എല്ലാം കടന്നു വന്നപ്പം എനിക്ക് സ്ട്രെസ്സാകാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആ ഒരു സമയത്ത് ഞാൻ എനിക്കറിയാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം എന്നെ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ +2 കുഴപ്പമില്ലാതെ പാസ്സായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഒന്നിനോടൊരു ഇഷ്ടം തോന്നുന്നില്ല. എല്ലാത്തിനോടും ഒരു വിഡ്രോവൽ സിംറ്റമായിരുന്നു എനിക്ക് എപ്പോഴും ദേഷ്യം വരുന്നു, ഞാൻ ചിരിക്കില്ല, ഞാൻ ഒന്നിനോടൊരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. ആ സമയത്ത് ഞാനൊരു റിട്രീറ്റ് കൂടാൻ പ്ലാൻ ചെയ്തു. ആസ് യൂഷ്വൽ റിട്രീറ്റ് എല്ലാം ചുമ്മാ കൂടി തിരിച്ചു വരാമെന്ന് പ്ലാൻ ചെയ്തൊരു സമയമായിരുന്നു. പക്ഷേ റിട്രീറ്റ് ചെന്നു, റിട്രീറ്റ് തുടങ്ങി, സാധാരണ രീതിയിൽ പോയി. റിട്രീറ്റിന് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാൻ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബ്രദർ ഒരു വചനം പറഞ്ഞു അവിടെ നിന്നുകൊണ്ട്, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് സൃഷ്ടാവായ നിൻ്റെ ദൈവത്തെ അറിയുക. ഞാൻ ആ വചനം നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ അന്ന് അവിടെ വെച്ച് ആ വചനം കേൾക്കുമ്പം പല തവണയായിട്ട് എൻ്റെ ചെവിയിൽ ആ വചനം മുഴങ്ങി. അപ്പം ഞാൻ ആ റിട്രീറ്റിന് പോയത് ഒരു കാരണം കൊണ്ടാണ്, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എല്ലാത്തിനോടും എനിക്കൊരു വെറുപ്പ്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. അപ്പോൾ അതിനൊരു കാരണം, അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിട്രീറ്റിന് പോയത് തന്നെ. അപ്പോൾ അന്ന് ആ റിട്രീറ്റിന് പോയ ഒരു വചനത്തിൽ കൂടെ എൻ്റെ പ്രോബ്ലം, എൻ്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടി. അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്സ് ഒന്നും വരുന്നില്ല. എനിക്ക് ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ സംഭവിക്കുന്നുള്ള രീതി ഞാൻ നിൽക്കുമായിരുന്നു. അന്ന് ആരാധനയുടെ സമയത്ത് ഞാൻ കരഞ്ഞു, പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫ്രീ ആയി. എനിക്ക് സന്തോഷമായി, എനിക്ക് ചിരിക്കാൻ തുടങ്ങി. വീട്ടിൽ വന്നു, പപ്പായും മമ്മിയായിട്ട് സംസാരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ട് പോയി. ആ സമയത്ത് എനിക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ. അപ്പം നേരത്തെ ആ യൂണിവേഴ്സിറ്റിയുടെ എക്സാമിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ആ സമയത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കഷ്ടിച്ച് ഞാൻ പാസ്സാകുന്നൊരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. എനിക്ക് അധികം മാർക്കില്ല, അല്ലെങ്കിൽ പാസ്സാവും, അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എക്സാം നേരത്തെ ഡേറ്റ് ബുക്ക് ചെയ്തു, അല്ലെങ്കിൽ പഠിച്ചിട്ട് പോകുമായിരുന്നു. പക്ഷേ ഡേറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഇനി ഒന്നുമില്ല. ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, എൻ്റെ ദൈവമേ എനിക്കൊന്നും അറിയത്തില്ല, എന്നെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഈ മോക്ക് ടെസ്റ്റ് ചെയ്തു, പാസ് മാർക്ക് കഷ്ടിച്ച് കിട്ടി. ഞാൻ ദൈവമേ ഇതെന്താവുന്നുള്ള രീതിയിൽ ഞാൻ പോയി. അങ്ങനെ എക്സാമിന് ഞാൻ പോയി. ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചു, ബുക്ക് വായിച്ചില്ല. ഞാൻ ബൈബിൾ വായിച്ചിട്ട് ഞാൻ കയറി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. സാധാരണ ഞാൻ ആ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ സമയത്തിന് തീർക്കാറില്ലായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് 10 മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടി. ഒരു ഇൻവിസിബിൾ പവർ എന്നെ ഹെൽപ്പ് ചെയ്യുന്നപോലെ എനിക്ക് തോന്നി. എക്സാമിന് റിസൾട്ട് വന്നു, പാസ് മാർക്കിന് ഇരട്ടിയായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. യൂണിവേഴ്സിറ്റി എക്സാമിന് എനിക്കതിന് കയറാൻ കൂടുതൽ മാർക്ക് എനിക്ക് തന്ന് ഞാനത് പാസ്സായി. അന്ന് ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് നോക്കി, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. അന്ന് എനിക്ക് ഈശോയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു, ബൈബിൾ വായിക്കില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കുറേ പ്രശ്നങ്ങൾ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡ് ബ്ലൈൻഡായ കുറേ സംഭവങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കടന്നു വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ റിലേഷൻഷിപ്പ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു. ഇതാണ് എൻ്റെ പ്രണയം, നസ്രായനായ യേശുക്രിസ്തുവാണ് എൻ്റെ പ്രണയം. ഈ പ്രണയം നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഈ ആകാശം മാറിയാലും ഈ ഭൂമി മാറ്റപ്പെട്ടാലും ഈ യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കണം, നിങ്ങൾ പ്രണയിച്ചേ പറ്റൂ. പക്ഷേ ഈ ഭൂമിയിലുള്ള ആരെയല്ല, നസ്രായനായ യേശുക്രിസ്തുവിനെ പ്രണയിക്കണം. അപ്പം നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഇരട്ടിയായിട്ട് നിങ്ങളെ സ്നേഹിക്കും, അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും, നിങ്ങളെ കൃപയാൽ നിറയ്ക്കും. അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം യേശുവിനെ മാത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ, അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തുകയും കുമ്പിട്ട് വണങ്ങുകയും, യേശുവേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ സ്നേഹമേ ജീവനേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഇരുകരങ്ങൾ ഉയർത്തി
ഉയർത്തി ആരാധന യേശു. ആരാധന 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 once again ആരാധന യേശുവേ. ആരാധന Amen, amen. ആരാധന നമുക്ക് ചേർന്ന് പാടാം, സ്വരമുയർത്തി. ആരാധന സ്പീഡിൽ. ആരാധന യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന 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 ആരാധന. പ്രിയ യൗവനമേ, അല്ലയോ മോളെ, അല്ലയോ മോനെ, നീ ഏത് പ്രായത്തിലായാലും പ്രണയിക്കണം. ഒരു വലിയ പ്രണയലേഖനം എഴുതണം. ദൈവം നമുക്ക് എഴുതിയതുപോലെ, ബൈബിളാകുന്ന ലവ് ലെറ്റർ നമുക്ക് നൽകിയതുപോലെ നമുക്കിന്ന് പ്രണയിക്കാം. ഈ ആരാധനയിൽ പ്രണയത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിത്വങ്ങളും ഒരു സർജറി ടേബിളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ കടന്നു പോകുന്നത് റൈറ്റായ ഒരു പ്രണയമാണോ? അതെൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാണോ? എൻ്റെ ഫെയ്ത്തിനെ അത് ബ്ലസ് ചെയ്യുന്നതാണോ? അതോ ദൈവത്തിൻ്റെ പേർപ്പസും പ്ലാനുമാകുന്ന വിവാഹമെന്ന കൂദാശയ്ക്കപ്പുറമാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശരിയാണ്, ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഒരു വോക്കം, ശൂന്യത നമുക്ക് ഫീലാകാം. പക്ഷെ അതിനൊരു സൊല്യൂഷൻ അല്ല ഏതെങ്കിലും ഒരു വ്യക്തി. സിംഗിൾ എന്ന വാക്കിനർത്ഥം ഒറ്റയ്ക്ക് എന്നല്ല. അതിൻ്റെ യഥാർത്ഥ മീനിങ് ഹോൾനെസ്, ഫുൾനെസ്, യുണീക്ക് എന്നൊക്കെയാണ്. സിംഗിൾ ആകുന്ന ആൾ മിങ്കിളാകണം. ആരുമായി? ദൈവവുമായി. നിന്റെ സിംഗിൾനെസ്സിനൊരു സൊല്യൂഷൻ അല്ല വിവാഹം. സിംഗിൾനെസ്സിനെ ഫുൾഫിൽ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ യേശുക്രിസ്തുവാണ്. ഇന്ന് പ്രണയത്തിലൂടെ കടന്നു പോകുകയും ചില വ്യക്തികളുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ചില വാക്കുകളിലെ ബ്രേക്കപ്സ് ഒക്കെ എടുത്ത് ഒത്തിരി പേരുണ്ട്. റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയവർ. ദൈവത്തിൻ്റെ അഭിഷിക്തൻ മുട്ടുകുത്തി ഇരുകരങ്ങളും അവർക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം അറിഞ്ഞോ അറിയാതെയോ ചിലരോട് ഇഷ്ടം ഷെയർ ചെയ്തിട്ട് റിജക്റ്റഡ് ആയ ചില വ്യക്തികളുണ്ട്. അത് ലൈഫിൻ്റെ മൈൻഡിനെയും കരിയറിനെയും ബ്രേക്ക് ചെയ്ത ചില വ്യക്തികളുണ്ട്. നിങ്ങൾ അവയെല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തേ. ആ പെൺകുട്ടിയല്ല, ആ ചെറുപ്പക്കാരനല്ല എൻ്റെ ഫുൾനെസ്. കൈമുറിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? മരിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? എവിടെയാണ് ഞാൻ വീണത്? തിരികെ വാ. സ്നേഹം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും, എൻ്റെ ശരീരം ദഹിപ്പാൻ വിട്ടുകൊടുത്താലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ, പ്രിയ യൗവനമേ, സ്നേഹം ഒരു വികാരമല്ല, അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഈ വെളുത്ത ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ശരീരവും ആത്മാവും മനസ്സും നമ്മുടെ നെഞ്ചകത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം.
യേശു. നമുക്കിങ്ങനെ പാടാം. അതിരുകളില്ലാത്ത സ്നേഹം യേശുവേ, ദൈവസ്നേഹം, നിത്യസ്നേഹം, വിശ്വസിച്ചേ. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൈകൾ മാറോട് ചേർത്ത് പിടിക്കാം. ഈശോയെ നോക്കി നിൽക്കാം. താതനു നന്ദി, നിലവിളിയോടെ പാടി. ഇരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, യേശുവേ, നിത്യസ്നേഹം, കർത്താവേ സമർപ്പിക്കുന്നേ. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ആര് പറഞ്ഞു നിനക്കാരുമില്ലെന്ന്? ആര് പറഞ്ഞു നീ ഒറ്റയ്ക്കായെന്ന്? ആര് പറഞ്ഞു നിന്നെ ആർക്കും വേണ്ടെന്ന്? അതിനാരുടെയെങ്കിലും ഒരു റിപ്ലൈക്ക് വേണ്ടി, ഒരു ചാറ്റിന് വേണ്ടി, ഒരു ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കണോ? ഇതാ ദൈവത്തിന്റെ ഫോൺ കോൾ, ഇതാ ദൈവത്തിന്റെ ഫോൺ നമ്പർ 333. ജെറമ്യ 33:3. നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, അപ്പോൾ ഞാൻ നിനക്ക് ഉത്തരം അരുളും, നിന്റെ ബുദ്ധിക്ക് അതീതമായ ഉത്തരം. യേശുവിൻ്റെ ഫോൺ നമ്പറാണിത്. മോനെ മോളെ, പോട്ടെ നീ. ആ ചെറുപ്പക്കാരനല്ല, ആ പെൺകുട്ടി അല്ല നിന്റേത്. ദൈവം ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത വലിയ കാര്യം. പപ്പയുടെ മദ്യപാനമാണോ? വീട്ടിലെ ബ്രോക്കണേഴ്സ് ആണോ? അതോ മമ്മിയുടെ മരണമാണോ? ആരുമില്ല എന്നുള്ള തോന്നലാണോ? കറുത്തതാണെന്നുള്ള ചിന്തയാണോ? ഹൈറ്റില്ലെന്നുള്ള തോന്നലാണോ? ആളുകളുടെ മുന്നിൽ നിൽക്കുവാനുള്ള സഭാകമ്പമാണോ? മോളെ മോനെ വാ, നീ പാട്ടുപാടുന്ന പയ്യനാകാം, നീ പാട്ടുപാടുന്ന പെൺകുട്ടിയാകാം, നിന്റെ ചുറ്റോട് ചുറ്റും ആരാധകർ കാണാം, നീ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാകാം, നിന്റെ അപ്പനും അമ്മയും ബഹുമാന്യരാകാം, സമ്പത്തുള്ളതാകാം. ഇതുകൊണ്ട് നീ നിന്നെ തന്നെ ആർക്കും വിട്ടുകൊടുക്കരുത്. പ്രായമെത്തുന്നതിന് മുമ്പ്, സമയമാകുന്നതിന് മുമ്പ് പ്രേമത്തെ ഉണർത്തരുത്. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കാം. നമുക്ക് വേണ്ടത് മോർ ലവ് ആണ്. നമുക്ക് വേണ്ടത് മോർ അഫക്ഷനാണ്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈശോയിലേക്കൊന്ന് നോക്കിക്കേ. ആരോടെങ്കിലും ഈ തിരുശരീര രക്തങ്ങൾക്കപ്പുറം ഞാൻ പ്രണയിച്ചോ? ഇതിനും അപ്പുറം പ്രണയത്തിന് ഗ്രാവിറ്റി ഞാൻ അതിന് വിട്ടുകൊടുത്തോ? ഇതാണ് എൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റി. ഇതാണ് എൻ്റെ ഗുരുത്വാകർഷണം. ഇവനാണ് എൻ്റെ ഗുരുത്വാകർഷണം. ഞാൻ എവിടേക്ക് ഉയർന്നാലും ഇവനിൽ വന്ന് വീഴണം. മോനെ മോളെ, ഈയാമ്പാറ്റയെ നോക്കിക്കേ. ഒരു ദിവസമേ ആയുസുള്ളൂ. പറന്നു നടക്കുവാൻ ചിറകുകളുള്ള ഈയാമ്പാറ്റ 24 hours തന്നെ തൻ്റെ ചിറകുകൾ ഒരു പ്രകാശത്തിൽ ചേർത്ത് വെച്ച് കത്തി അമർന്ന് അവിടെ വീഴുമ്പോൾ അത് നമ്മൾക്ക് നൽകുന്ന പാഠം, ക്രിസ്തുവാകുന്ന ആ വലിയ തീക്കകത്തേക്ക് നമ്മുടെ ചിറകുകൾ കരിച്ച് നമുക്ക് അവൻ്റെ ചിറകുകളിൽ വിരിഞ്ഞു പറക്കാം. കഴുകനെ പോലെ വിരിഞ്ഞു പറക്കാം.
ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ അവനിതാ ചിറകുകൾ വിരിക്കുകയാണ്, കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ. ഉയരും നീയേ, ഉണർവും നീയേ, ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. എന്റെ പ്രണയം ഇവനോടാണ്. ഉയരും നീയേ, ഈശോയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. ചങ്കു പിളർന്ന്, ശംഖു പിളർന്ന്, ഓ ജീവൻ തന്ന, ജീവൻ തന്ന മിശിഹായേ, കാൽവരിനാഥാ. ആമേൻ ആമേൻ. കൈകൾ ഉയർത്തിക്കേ. ശംഖു പിളർന്ന്, യേശുവേ, ജീവൻ തന്ന കാൽവരിനാഥാ. ആമേൻ ആമേൻ. ഉയരും നീയേ, ഉണർവും, ഉണർവും നീയേ, യേശുവേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ആരാധന, പരിശുദ്ധനെ ആരാധന, എന്റെ പ്രാണനെ ആരാധന, എന്റെ പ്രണയമേ ആരാധന, എന്റെ സ്നേഹമേ, എന്റെ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നേ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നേ. അപ്പാ നീ മതിയേ, യേശു മതിയേ, യേശു മതിയേ. യേശുവേ ആരാധന. ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. എല്ലാരും വലതുകരം ഈശോയിലേക്ക് ചൂണ്ടിപ്പിടിക്കുക. പ്രണയമുള്ളവർ നിങ്ങളുടെ കരം നിവർത്തിപ്പിടിക്കുക. ഒരു പ്രണയവും ഇല്ലാന്ന് തോന്നുന്നവർ ഈശോയിലേക്ക് കൈ ചൂണ്ടിപ്പിടിക്കുക. പ്രണയമുള്ളവർ ഒരു റീതിങ്കിങ്ങിന്റെ ടൈമാണിത്. ഈ പെൺകുട്ടിയെ എനിക്ക് വേണോ, ഈ ചെറുപ്പക്കാരനെ എനിക്ക് വേണോ, എന്റെ വിശ്വാസം, എന്റെ ആത്മീയത, എന്റെ നിത്യത നഷ്ടമാക്കുന്ന ചില ബന്ധങ്ങൾ എനിക്ക് വേണം. Look at him and be radiant. എല്ലാ മാതാപിതാക്കന്മാരും കൈകൾ വിരിച്ചു പിടിക്കുക. ഇത് ദൈവത്തിന്റെ സമയമാണ്. നിങ്ങളുടെ മകനെ വിമോചിപ്പിക്കുന്ന, നിങ്ങളുടെ മകളെ വിമോചിപ്പിക്കുന്ന വിടുതലിന്റെ സമയം. കരങ്ങൾ നീട്ടിപ്പിടിച്ചേ. സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നു, ഉയിരാണവൻ. നിലവിളിച്ചേ. ഉയരും നീയേ, ഉണർവും നീയേ, യേശുവേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. ഉയരും നീയേ, ഉണർവും നീയേ, പ്രാണൻ നീയേ, മെശിഹാനാഥാ. Jomat, Jomat, come out from this bondage. ക്രിസ്റ്റി, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. God is asking you to leave. ചിന്നു, ഇത് വേണ്ട. ബോബിന, ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. Tom, out from the relation. Bibin, Bibin, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുന്നു. Johnsy, come out from the bondage. Arun,
പുറത്തു വാ. കിരൺ, വേണ്ടിയത് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു. Come on. ജിയ, ഈ റിലേഷൻ വേണ്ട. Out. യേശുവിന്റെ നാമത്തിൽ. മനു, ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു. ചീന, പുറത്തിറങ്ങ്. മരിയ ജോസഫ്, out from this problem. എല്ലാവരും ഇരുകരങ്ങളും വിരിച്ചു പിടിക്കുക. ഹല്ലേലൂയ എന്ന് പാടുകയാണ്. യേശുവാണ് നമ്മുടെ ആഴം. പാടിക്കേ, നിലവിളിച്ച് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ആമേൻ, സ്വരമുയർത്തി, സ്വരമുയർത്തി. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തിക്കോ. കെട്ടുവാനും അഴിക്കുവാനും ദൈവം കൊടുത്ത അധികാരത്തോടെ ദൈവത്തിന്റെ അഭിഷിക്തൻ മഹാപുരോഹിതന്റെ സ്ഥാനത്ത് നിന്ന് യേശു, യേശു ഇതാ നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ. എല്ലാ സൂചന ടെൻഡൻസികള്, അവിശ്വാസത്തിന്റെ കെട്ടുകള്, വിശ്വാസം നഷ്ടമാക്കുന്ന, നിത്യത നഷ്ടമാക്കുന്ന ബന്ധങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. യേശുവേ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, കുമ്പിട്ട് വണങ്ങാം. എന്നുമെന്നും അങ്ങേക്കാരാധന. കുമ്പിട്ട് വണങ്ങാം. പരിശുദ്ധ പരമമാം യേശുവേ, ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. യൗവനമേ, ഒരേ ഒരു മിനിറ്റൂടെ നിങ്ങൾക്ക് ഈശോയിലേക്ക് നോക്കി നിൽക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾക്ക് നോക്കി നിൽക്കാം. ഇത് വലിയ വിടുതലിന്റെ സമയമാണ്. ഒരു ബന്ധത്തിന്റെ പേരിൽ സൂസൈഡ് ചെയ്യുവാൻ വേണ്ടി കൈയും ശരീരത്തിലും വൂണ്ടിയത് അല്ലയോ മകളെ, ഇന്ന് തീരുമാനിക്ക, ആരോടാണ് നിനക്ക് പ്രണയിക്കേണ്ടത്? ഡ്രഗ്സിന്, അടിമത്തത്തിലേക്ക്, മരിയുവാനയും കഞ്ചാവും ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത ചെറുപ്പക്കാരാ, ഉപേക്ഷിക്ക. ഇത് ദൈവമാണ് നിന്നെ സ്നേഹിക്കുന്നവൻ. ഇനിയും വലിയൊരു ലോകമുണ്ട് നിന്റെ മുമ്പിൽ. രാജ്യങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരും. നീ ബൈബിൾ കൈപിടിക്കേണ്ടി വരും. സുവിശേഷം എത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിദ്യാഭ്യാസം തിരിച്ചെടുക്ക. പപ്പയും അമ്മയും കെട്ടിപ്പിടിക്ക. മരണമല്ല സൊല്യൂഷൻ. ലുക്ക് അറ്റ് ഹിം. +2 പണ്ടുകാലത്ത് ഇംഗ്ലീഷിൽ ഒരു സബ്ജക്റ്റിൽ ഒരു അധ്യായം ഉണ്ടായിരുന്നു. ദ ആർട്ട് ഓഫ് സീയിങ് ഓഫ്. ഗുഡ് ബൈ പറയുവാനുള്ള ഒരു സൊല്യൂഷൻ. ചിലത് അങ്ങനെയാണ്. ഗുഡ് ബൈ ആണ് സൊല്യൂഷൻ. നല്ലതിനെ മുറുകെ പിടിക്കാമെങ്കിൽ അല്ലാത്തതിനെ ഉപേക്ഷിക്കണമെന്ന് തീരുമാനമല്ലേ? നല്ലൊരു സല്യൂട്ട് ദൈവത്തിന് കൊടുക്കാം. ഗുഡ് ബൈ, എല്ലാം വിടുന്നു. എന്നിട്ട് ദൈവത്തിനെ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുകയാണ്. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്കെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരു സെക്കൻഡോടെ നാളെ ഇതിനെ ആസ്പദമാക്കി
റോസാപ്പൂ പോലൊരമ്മ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അഭിഷിക്തൻ തൻ്റെ നെഞ്ചും കൂട് തുറന്ന് എഴുതിയ സംഗീതം നാളെ റിലീസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ യൗവനമേ ഏറ്റെടുക്കണം, പ്രാർത്ഥിക്കണം. ഷെക്കീന ടെലിവിഷനും ക്രൈസ്റ്റ് കൾച്ചറും ബി ക്രൈസ്റ്റിൻ്റെ അടുത്ത ആനുകാലിക പ്രശ്നവുമായി വരുന്നിടം വരെയും കാത്തിരിക്കുക. അടുത്ത മാസം സെയിം ടൈം ഓർക്കുക, ഫസ്റ്റ് വെനസ്ഡേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, യേശു എന്ന നാമത്തിൽ തന്നെ. ആമേൻ.